ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നമ്മളിപ്പോ തണ്ട വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മളിപ്പോ കാപ്പിമലയിലേക്കാണ് വാട്ടർഫോൾസിലാണ് ഗായ്സ് നമ്മളുള്ളത്. നല്ല സെറ്റ് വൈബ് സ്ഥലമാണ്. കുളിക്കാൻ പറ്റും, പക്ഷെ നമ്മളോട് കുളിക്കണ്ട പറഞ്ഞു. നിങ്ങൾ അനങ്ങാണ്ടിരുന്നത് അടുത്ത സ്പോട്ടിൽ ഇറക്കില്ല. അങ്ങനെ അടുത്ത സ്പോട്ടിൽ ഇറക്കില്ലെന്ന് അവർ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളിന്ന് കാപ്പിമലയിലേക്ക് വന്നിരിക്കുകയാണ് ഗായ്സ്. എന്ത് ഡ്രസ്സുള്ള വ്യൂ എന്ന് പറയും ഗായ്സ്. അപ്പൊ നമ്മൾ കാണിച്ചു തരാനുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ക്ലിയർ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളത് എന്നാലും നമ്മൾ വന്നെടുക്ക കാണിച്ചു തരാം. മഴയിലുണ്ട്, അതാണ് അതിന്റെ വൈബ്. കാപ്പന്റെ ചിറാപ്പഞ്ചാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ രാവിലെ ഒരു 10:30 കൂടിയിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വണ്ടി 10:30ക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മളൊരു 11:30 ആയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വന്നിട്ടാട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചായക്ക് വെയിറ്റ് ആക്കാണ്. നല്ല പരിപ്പട. അപ്പോൾ ഗായ്സ്, നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ എവിടേക്ക് പോവാണ്? കാപ്പിമലയിലേക്ക് പോവാണ്. എന്തായാലും ഒരു 12 മണി ആകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തും. അപ്പോൾ ഗായ്സ്, നമ്മളെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ കാപ്പിമല എത്തി. കാപ്പിമല വാട്ടർഫോൾസിലേക്ക് കുറച്ച് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല പ്രകൃതി രമണീയമായ അടിപൊളി പ്ലേസാണ്. കൂടുതൽ പച്ചപ്പാണ് ഇതിലുള്ളത്. സോ ഗായ്സ്, നമ്മളിപ്പോൾ നേരെ കാപ്പിമലയിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇട്ടിട്ട് വന്നോ വേണ്ട ബാലി ചെന്നാണ് ഇതിനെല്ലാം ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുവാ. ഒരു നിമിഷം വെറുതെ. അപ്പൊ നമ്മൾ കാപ്പിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചുറ്റും ഭയങ്കര പച്ചപ്പാ. എന്തൊരു മനോഹരമായ ബ്യൂട്ടിഫുൾ പ്രകൃതി ഗായ്സ്. നല്ല സെറ്റ് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് ഗായ്സ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഗായ്സ്. ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങളുടെ അടുത്ത ട്രിപ്പിൽ വരുന്നുണ്ട്. അടുത്ത അങ്ങോട്ടേക്ക് ഉണ്ട്. നടന്നോ ഗൈസ്. ഒറ്റക്ക് പോകാൻ വേണ്ടി ഒറ്റക്ക് രണ്ടാളും കൂടിയിട്ട് അതിലേക്കൂടെ കടക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഗൈസ്, ഈ കാപ്പിമല കുറേ കയറാനുണ്ട്. കുറച്ച് അഡ്വഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അഡ്വഞ്ചറാണ്. അപ്പോൾ കുറേ ആൾ ബാക്കിലുണ്ട് അത്ര.
ഞാനപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ ശ്വാസം മുട്ടുന്നു, കിതപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുള്ളിന് കയറാം. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മളെ കാപ്പിമലയിലേക്ക് പോകാനുള്ള വഴി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് കുറേ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ അതിൻ്റെ ലാസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടോ. ഞാൻ വേഗം അതിൻ്റെ വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കിട്ടി. അപ്പൊ ഗൈസ് നിങ്ങൾ ക്ഷീണിച്ചാ? എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? ഈ ഒരു കാപ്പിമല കയറിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇനി തിരിച്ചിറങ്ങണ്ടേ കുന്ന്? ഇറങ്ങണ്ട, നമുക്ക് കുറച്ച് പണിയുണ്ട് കയറാനായിട്ട്. നമ്മളെ ബാക്കിൽ കുറച്ച് ടീംസ് ഉണ്ട്, അവരവിടെ പകുതിക്കാണുള്ളത്. അവർ കയറോ ഇല്ല നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും എന്താ കാപ്പിമല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കാപ്പിമല കീന് ഇനി നമ്മൾ കാപ്പിമല ഇറങ്ങിയല്ലേ. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന്. ഇപ്പോൾ ടൈം വന്നിട്ട് 1 മണി 2 മണി ആവാനായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും അതോ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണുള്ളത്. സോ നമുക്കിനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. സോ നമ്മളെല്ലാവരും പോട്ടെ. നല്ല തിരക്കാണ്, കുറച്ചൊന്നല്ല, നല്ല തിരക്കാണ്. കുറേ നമ്മൾ നിന്നിട്ടാണ് നമുക്ക് സീറ്റും കാര്യങ്ങളും കിട്ടിയത്. അപ്പോൾ നമ്മളെല്ലാം ഇരുന്നിട്ടുണ്ട്, ഓർഡർ ചെയ്തു. അതും കിട്ടാൻ ലേറ്റാവും തോന്നുന്നു, നല്ല തിരക്കാണ്. ഗൈസ് നമുക്കിനി ഫുഡ് വന്നിട്ട് കാണിക്കാം. ഈ ഒന്ന് വീഡിയോ കയറി ഹായ് പറയും. ഓക്കെ, ബാക്കി ടീമിനെ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എല്ലാവരും ഉണ്ട്. ഷീജാപ്പൻ ഓൺ ഫയർ. അപ്പോൾ ബാക്കി ടീമെല്ലാം എടുത്ത് തന്നെ ഉണ്ട്. കണ്ടോ, ബാക്കി നമ്മൾ പുറത്താണ്. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കി ടീം അവിടെ ഉണ്ട് കേട്ടോ. ആപ്പനും ആട്ടനും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളുടെ നൂഡിൽസും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രൈഡ് റൈസും വന്നു കേട്ടോ. ഇനി ഒന്ന് ചിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആവണി ഇടുന്ന് നേരത്തെ തുടങ്ങി. അപ്പം ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ എന്നൊക്കെ കഴിക്കുന്നു. ഏത് ഫ്ലേവർ? ഇതോ എൻ്റെത് ഗൈസ് റെഡ് വെൽവെറ്റാണ്. ഇവളത് വാനില. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പോവാം. ഓക്കെ, ഇപ്പം നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ കയറി നോക്കിച്ചില്ല, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആൾ പറ്റി. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ കയറിയിട്ട് വരാം. ഇതൊക്കെയാണ് നമ്മളെ കാശ്മീർ.
ഇതാണ് guys നമ്മളുടെ മറൈൻ നോക്കട്ടെ. We have to എങ്ങനെയുണ്ടാവണി നല്ല ഷോയിലൊക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ 2 എണ്ണം ബാക്കിലിതാ 3 എണ്ണം 4 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ച് അപ്പോൾ ഗൈസ് നമ്മൾ മറൈൻ എക്സ്പോയിൽ റൈഡിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ ഡിസ്കോ കാർ കയറാൻ വേണ്ടിയിട്ട് അമ്പി ആവണി ഒരു ടീം, ഞാനും ഐഷു ഒരു ടീം, ആൻറ്റി ലീ ഒരു ടീം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈഡിൽ പോയിട്ട് വരാം. നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാർക്ക്, വയലപ്പുറം ഫ്ലോട്ടിംഗ് പാർക്കിലാണ്. അപ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ അല്ലേ, അല്ലല്ലേ? നല്ല വ്യൂ ഉണ്ട്. സോ നമ്മൾ ഫ്ലോട്ടിംഗ് പാർക്കിലേക്ക് പോവാണ്. നമുക്ക് ഫ്ലോട്ടിംഗ് പാർക്കിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വയലപ്പുറ ഫ്ലോട്ടിംഗ് പാർക്കിലേക്കാണ്. ഇവിടെ നമുക്ക് കിഡ്സിനായിട്ടുള്ള പാർക്കും അതേപോലെ തന്നെ നമുക്ക് ബോട്ടിംഗ് സൗകര്യങ്ങളാണ് ഉള്ളത്. കയാക്കിങ്ങും അതേപോലെ തന്നെ പെഡൽ ബോട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഈവനിങ്ങിലാണ് എത്തിയിട്ടുള്ളത്. ഒരു 4 മണി 5 മണി ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് നടന്ന് ചുറ്റി കാണുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിനിയിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കിഡ്സിൻ്റെ പാർക്കിലേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിഡ്സിൻ്റെ പാർക്കിൽ കിഡ്സിന് മാത്രമേ അലൗഡ് ഉള്ളൂ. ബട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ഊഞ്ഞാലിൽ. അപ്പോൾ ഗൈസ് നമ്മളിതാ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ എവിടെ വന്നിട്ടുള്ളേ? എല്ലാരും ഉണ്ട് വ്ളോഗില്. ആരാ ഇല്ലാത്തേ ചോദിക്കും. ഞാനും ലീവാ വേമ്പ. അപ്പോൾ ഗൈസ് നമ്മൾ വയലപ്പുറയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 8 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. തട്ടുകടയിലാട്ടോ നിർത്തിയിട്ടുള്ളത്. ഒരു പാപ്പിനിശ്ശേരിയുള്ള തട്ടുകടയിൽ. നൈറ്റിൽ തട്ടുകട വൈബ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തു എല്ലാവരും കൂടി കഴിക്കുകയാണ്. മനസ്സു സുന്ദരവേനെ Thank you for watching.